യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. എഫീസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും ദൈവം നമുക്ക് വേണ്ടി നൽകിത്തന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആദ്യ മനുഷ്യനായ ആദമിൻ്റെയും ഹൗവയുടെയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതായ വലിയൊരു വീഴ്ച. ആ വീഴ്ചയിൽ ദൈവത്തോടൊപ്പം അവർക്കുണ്ടായിരുന്ന ആ സ്വീകാര്യതയിൽ നിന്നും അവർ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ദൈവത്തിന് മുമ്പാകെയുള്ള ആ സ്വീകാര്യത അഥവാ ആക്സെപ്റ്റൻസ് നഷ്ടപ്പെട്ടു പോയി. അപ്രകാരം വരുമ്പോൾ ഒരിക്കലും സൃഷ്ടാവായ ദൈവത്തിനടുക്കിലേക്ക് മനുഷ്യർക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇറക്കിക്കഴിഞ്ഞു, പക്ഷേ പെട്ടെന്ന് ആ കമ്പനി നിന്നുപോയാൽ നമുക്ക് വല്ലാത്ത കൺസേൺ ഉണ്ടാകും. നമ്മൾ ചിന്തിക്കും, ഇനി ഈ പ്രൊഡക്റ്റിന് ഒരു പ്രശ്നമുണ്ടായാൽ ആര് പരിഹരിക്കും, എങ്ങനെയാകും ഇതിൻ്റെ ഭാവി? പലപ്പോഴും വാഹന രംഗത്തും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് നമ്മളെടുത്തതായ ഒരു വാഹനത്തിൻ്റെ കമ്പനി പൂട്ടിപ്പോയി, നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകും. എന്ന് പറയുന്ന പോലെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും മനുഷ്യൻ ത്യജിക്കപ്പെട്ടപ്പോൾ, നിരസിക്കപ്പെട്ടപ്പോൾ അവന് സംഭവിച്ചതായ ആ വലിയ നിരാശ, അത് വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ലോകത്തിൽ അനേക ആളുകളും നേരിടുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ദൈവം നമുക്ക് നൽകുന്നതായ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ദൈവം നമ്മെ സ്വീകരിക്കുന്നു. നാം ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം എഫീസ്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യമാണ്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന ഭാഗത്ത് ആക്സെപ്റ്റഡ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം നമ്മെ സ്വീകരിച്ചു. കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ബൈബിൾ, POC ബൈബിളിൽ ഈ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. കുറച്ചുകൂടെ ആശയം വ്യക്തമാക്കപ്പെടുന്നല്ലോ. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഉള്ള വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. To the praise of the glory of His grace, by which He made us accepted in the beloved. നോക്കിക്കേ, ദൈവം ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ, അല്ലെങ്കിൽ തൻ്റെ പ്രിയനായവനിലൂടെ. തൻ്റെ പ്രിയനായവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. അതുപോലെ യേശുക്രിസ്തു ചെയ്തതായ ആ യാഗത്തിൽ പിതാവായ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ആ പിതാവായ ദൈവം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ സ്വീകാര്യത യേശുവിനോടൊപ്പം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് നമുക്ക് വേണ്ടിയാ, നമ്മുടെ സ്ഥാനത്താണ്. യേശുവിൻ്റെ ജീവിതം നമ്മുടെ സ്ഥാനത്തായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തി നമ്മുടെ സ്ഥാനത്തായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ യാഗം നമ്മുടെ സ്ഥാനത്തായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവൃത്തികളെ പിതാവായി ദൈവം അംഗീകരിച്ചപ്പോൾ, സ്വീകരിച്ചപ്പോൾ, കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വീകരിക്കപ്പെടുകയാണ്. ഇതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്, തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. അപ്പോൾ നോക്കിക്കേ, ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ കൃപ എന്നുള്ള കാര്യമാണ്. കൃപ എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് പകരുന്ന ദൈവത്തിൻ്റെ ദാനം. നമ്മൾ അർഹിക്കുന്നില്ല. നമ്മളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ നമുക്കതിന് അർഹതയില്ല, ഒരു മെറിറ്റ് നമുക്ക് പറയാനില്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലാണ് നമ്മളുടെ യോഗ്യത കടന്നു വരുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ദൈവിക അംഗീകരണം, ഈ സ്വീകരണം ലഭിക്കാനിടയായിത്തീരും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആത്മീയ അനുഗ്രഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്താൽ ലഭിക്കുന്നതായ ഈ സ്വീകരണം, അതും കർത്താവായ യേശുക്രിസ്തുവിലൂടെ. അതെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, തിരസ്കരിക്കപ്പെട്ടവരായ, തള്ളിക്കളയപ്പെട്ടവരായ ഞങ്ങളെ കർത്താവ് യേശുക്രിസ്തു മൂലം അങ്ങ് സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ഒരു ദൈവീക സ്വീകരണത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ സ്വീകരണം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.